ഇപ്പോൾ പല KCB ഉപഭോക്താക്കൾക്കും കറണ്ട് ബില്ലിൽ ഗണ്യമായ വർധനവ് വന്നിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം KCB TOD ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ TOD ബില്ലിംഗ് എന്ന് നമുക്ക് നോക്കാം. TODയുടെ ഫുൾ ഫോം ടൈം ഓഫ് ദ ഡേ എന്നാണ്. ഒരു ദിവസത്തെ T1, T2, T3 എന്നിങ്ങനെ 3 സമയങ്ങളായി തിരിച്ച് വ്യത്യസ്തമായ ഒരേ താരിഫിൽ തന്നെ വ്യത്യസ്തമായ കറണ്ട് ബില്ല് അപ്ലൈ ചെയ്യുന്നതാണ് TOD ബില്ലിംഗ് സിസ്റ്റം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ T1 എന്നും വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ T2 എന്നും രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ T3 എന്നും 3 സമയങ്ങളായി തിരിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഓഫ് പീക്ക് എന്നും വൈകിട്ട് 6 മണി മുതൽ 10 മണി രാത്രി 10 മണി വരെ പീക്ക് ടൈം എന്നും രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ നോർമൽ ടൈമായും കണക്കാക്കുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഉപയോഗിക്കുന്ന കറണ്ട് ബില്ലിന് ആ താരിഫ് ചാർജിൻ്റെ 10% കുറച്ച് പേ ചെയ്താൽ മതി. എന്നാൽ വൈകിട്ട് പീക്ക് ടൈം, അതായത് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഉപയോഗിക്കുന്ന കറണ്ട് ബില്ലിൻ്റെ 25% കൂടുതൽ, അതായത് ആ ഒരു താരിഫ് റേറ്റിൻ്റെ സാധാരണ താരിഫ് റേറ്റിനേക്കാളും 25% കൂടുതലായിട്ട് പേ ചെയ്യേണ്ട ആവശ്യം വരും. അതുപോലെ വൈകിട്ട് 10 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള നോർമൽ ടൈമിൽ സാധാരണ താരിഫ് റേറ്റ് കൊടുത്താൽ മതി. എങ്ങനെയാണ് ഒരു കസ്റ്റമർ TOD ബില്ലിങ്ങിലേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബില്ലിംഗ് സൈക്കിളിൽ തുടർച്ചയായി 3 തവണ 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗമുണ്ടെങ്കിൽ ആ കസ്റ്റമർ ഓട്ടോമാറ്റിക്കായി TOD ബില്ലിങ്ങിലേക്ക് വരും. വൈദ്യുതി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പീക്ക് ടൈമിലുള്ള ഉപയോഗം പരമാവധി കുറയ്ക്കുക. അഥവാ പീക്ക് ടൈമിൽ ഉപയോഗിക്കണമെങ്കിൽ ഇൻവെർട്ടർ പോലുള്ള സ്റ്റോറേജിൽ നിന്ന് ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ നമുക്ക് പീക്ക് ടൈമിലുള്ള കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും. 5 വർഷം വാറണ്ടി, 10-12 വർഷം ലൈഫ് ടൈമുള്ള ലിഥിയം അയൺ ബാറ്ററികൾ വളരെ വിലക്കുറവിൽ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ലിഥിയം അയൺ ബാറ്ററിയെക്കുറിച്ചും സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും ഫ്രീ കൺസൾട്ടേഷന് വേണ്ടിയിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്